ഒരു മിനിറ്റ് സമയം മാത്രമേ ബാക്കിയുള്ളൂ ശ്യാംരാജ്. അതായത് നിലവിലെ റിപ്പോർട്ട്, ഓഡിറ്റ് റിപ്പോർട്ട് കോടതിക്ക് മുന്നിലാണ്. 26-ന് പുതുക്കിയ റിപ്പോർട്ട് കൊടുക്കും, അതിനുശേഷം സത്യവാങ്മൂലം കൊടുക്കുമെന്നാണ് ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞത്. അതായത് ഈ ദേവസ്വം ബോർഡിന്റെ ഈ കാര്യക്ഷമതയില്ലായ്മയെ, ഇനിയുണ്ടാക്കുന്ന തിരുത്തലുകളെ നിർത്തിപ്പൊരിക്കില്ലേ കോടതി? 30 സെക്കൻഡ്. എനിക്കതിനകത്ത് ഇന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി പറയേണ്ട ഒരു ഉത്തരവുണ്ട്. ഒന്ന് മുൻ ദേവസ്വം തൊട്ട് മുമ്പ് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള പ്രശാന്ത് പറഞ്ഞത് 3 കോടി രൂപയാണ് ഇതിന് ചിലവെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോഴും കിടപ്പുണ്ട്. പക്ഷേ ഇപ്പോൾ പുതിയ പ്രസിഡന്റ് വന്നിട്ട് എന്താ പറയുന്നത്, 4.99 കോടിയാന്ന് പറഞ്ഞില്ല. ആര് പറയുന്നതാണ് സത്യം? ഒന്നുകിൽ പഴയ പ്രസിഡന്റ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രസിഡന്റ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു, അതല്ലെങ്കിൽ ഇവരെല്ലാം കൂടിയിട്ട് ശബരിമലയിൽ വൻ കൊള്ള നടത്തുന്നു. ഇത് കൃത്യമായിട്ട് ഉത്തരം പറയേണ്ട ദേവസ്വത്തിൻ്റെ പ്രസിഡന്റാണെന്നേ. ഇവരെ കൊണ്ട് ഈ പണിക്കൊന്നും പറ്റത്തില്ല. പോയി സാധാരണ ഭക്തർക്ക് കൊടുക്കട്ടെ. ദേവസ്വങ്ങൾ പിരിച്ചുവിട്ടിട്ട് ഭക്തർക്ക് ക്ഷേത്രങ്ങളുടെ ചുമതല ഏൽപ്പിക്കട്ടെ, ഭരണം ഏൽപ്പിക്കട്ടെ. അവർ നല്ല ഭംഗിയായിട്ട് നിർവഹിച്ചോളും. ഇത് കേരളത്തിലെ ക്ഷേത്രങ്ങൾ കൃത്യമായിട്ട് ഇവർക്ക് പരിപാലിക്കാൻ വേണ്ടി പറ്റുന്നില്ല, ശാന്തിമാർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല, എന്നിട്ട് ക്ഷേത്രത്തിലെ സ്വത്ത് മൊത്തം കൊള്ളയടിച്ചുകൊണ്ട് ഇവർ പോവുകയും ചെയ്യും. കൃത്യമായിട്ടൊരു കണക്ക് പോലും അവതരിപ്പിക്കാൻ വേണ്ടി പറ്റില്ല. എനിക്കതുകൊണ്ട് പറയാൻ വേണ്ടിയുള്ളത്, പിരിച്ചുവിടട്ടെ ദേവസ്വം ബോർഡ് വകുപ്പിനെയും മന്ത്രിയെയും. ഈ ബോർഡ് സംവിധാനങ്ങളെല്ലാം പിരിച്ചുവിട്ടിട്ട് ഭക്തരുടെ കയ്യിലോട്ട് കൊടുക്കട്ടെ.